യെസ്, ശബരിമല സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ മാത്രം 80,000-ലധികം ഭക്തർ തൊഴുതു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ തന്നെ, നട തുറന്നപ്പോൾ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്ക് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ സന്നിധാനത്തെ റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ശബരിമല സന്നിധാനത്ത് നിന്നും നമുക്കൊപ്പം പുത്തൻപുലരിയിൽ ചേരുകയാണ്. അരുൺ, ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം ശബരിമലയിൽ ഉണ്ടാവുകയാണ്. അതിൽ ആദ്യത്തെ ദിവസം നമുക്കറിയാം എല്ലാം പാളുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കാരണം വേണ്ടത്ര മുൻകരുതലുകളൊന്നും എടുക്കാതെയാണ് നട തുറന്നത് 17-ാം തീയതി, വൃശ്ചിക മാസം 1-ാം തീയതി. അന്ന് വലിയ തോതിലുള്ള വിമർശനം ഹൈക്കോടതിയുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായി. ഇപ്പോഴും സ്ക്രീനിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ തിരക്ക് അരുൺ നിൽക്കുന്നതിന് പിന്നിൽ ഫ്ലൈ ഓവറിലും അതിന് താഴെയും ഒക്കെ കാണാം. ഇന്നിപ്പോൾ നിയന്ത്രണ വിധേയമാണോ ഈ തിരക്ക്? തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇന്ന് തിരക്കിലൊരു വലിയ കുറവുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പറയാം. പക്ഷേ 3 മണിക്ക് നട തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നടപ്പന്തലിലടക്കം ഈ തീർത്ഥാടകരുടെ ഒരു തിരക്ക് കൃത്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി തന്നെ കൃത്യമായി തന്നെ തീർത്ഥാടകരെ കടത്തിവിട്ടത് കൊണ്ട് തന്നെയാണ് ഈ തിരക്കിന് കുറവുള്ളത്. ഏതായാലും ശരാശരി 80,000-ഓളം ഭക്തരാണ് ഒരു ദിവസം ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അതായത് ഈ ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകും. അതായത് തുടക്കത്തിലുണ്ടായ ആ വലിയ വലിയ പാളിച്ച അത് ഭക്തരെ സംബന്ധിച്ചോളം വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള തീർത്ഥാടകർ എത്തുമ്പോഴാണ് ഈ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുകയും നിയന്ത്രണങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ശരാശരി 80,000-ഓളം തീർത്ഥാടകർ ഒരു ദിവസം ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നുണ്ട്. പക്ഷേ സുഗമമായി തന്നെ ദർശനത്തിനുള്ള ഒരു സൗകര്യം, അതോടൊപ്പം തന്നെ തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. 5,000 ആണ് നിലവിൽ നിജപ്പെടുത്തിയിരുന്നത്. പക്ഷേ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഭക്തരെ കയറ്റിവിടാമെന്നുള്ള ഒരു നിർദ്ദേശം അത് ശബരിമല സ്പെഷ്യൽ ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും അടക്കമുള്ള ഒരു സംഘമാണ് അതിൽ നിശ്ചയിക്കുന്നത്. എന്തായാലും നിലവിൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല സന്നിധാനത്ത് എന്തായാലും പൂർണ്ണമായി കേന്ദ്ര സേനകളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. RIF-ഉം അതോടൊപ്പം തന്നെ NDRF-ഉം പൂർണ്ണ രീതിയിൽ സജ്ജമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും അവരുടേതായ ജോലികളിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും കൃത്യമായി തന്നെ ആ തുടക്കത്തിലുണ്ടായ ഒരു പാളിച്ച അത് ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കാൻ പാടില്ലാത്ത പാളിച്ചയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ, ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് സന്നിധാനം ഇനി ഒരിക്കലും പോകരുത്, അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ എടുത്തു വരികയാണ്. പക്ഷേ ഇന്ന് എന്തായാലും തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്. പക്ഷേ ശരാശരി നോക്കുമ്പോൾ ഇന്നും 80,000-ലധികം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ദർശനത്തിലുള്ള ഒരു സുഗമമായ ദർശനത്തിലുള്ള ഒരു അവസരം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇടയ്ക്ക് പെയ്യുന്ന മഴ അത് ഒരു ആശങ്കയെ തന്നെ നിലനിൽക്കുകയാണ്. കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നില്ലെങ്കിലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം വരുന്ന വഴികളിലൊക്കെ തന്നെയുണ്ട്. അത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം സന്നിധാനത്ത് ഇപ്പോൾ ഇല്ല. എന്തായാലും ശബരീശ ദർശനത്തിന് ഒരു കൃത്യമായി തന്നെ ഉള്ള ഒരു സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും നടപ്പന്തലിലടക്കം തിരക്ക് പൂർണ്ണമായി കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അരുൺ, അതിനകത്ത് എനിക്ക് തോന്നുന്നത് കേന്ദ്രസേനയുടെ ഒരു സാന്നിധ്യം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തോന്നുന്നു. കാരണം ഈ വൃശ്ചിക മാസം 1-ാം തീയതി കേന്ദ്രസേന അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണയായി നവംബർ 17 അല്ലെങ്കിൽ വൃശ്ചികം 1-ന് നട തുറക്കുന്ന ഘട്ടത്തിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും, NDRF അവിടെ ഉണ്ടാകും. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം കേന്ദ്രസേനയെ വിളിക്കുന്നതിലൊക്കെ കാലതാമസം സംസ്ഥാന സർക്കാർ വരുത്തി. പക്ഷേ ഇപ്പോൾ RIF-ന്റെ പ്രത്യേക ടീം കോയമ്പത്തൂരിൽ നിന്നും അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കേരള പോലീസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതൊക്കെ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യുന്നതായി തോന്നുന്നു. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പ്രത്യേകം പരിശീലനം നേടിയ സേനകളാണ് അത്. RIF ആയാലും NDRF ആയാലും
തിരക്ക് നിയന്ത്രണം എന്നത് അത് കൃത്യമായി തന്നെ അത് ശാസ്ത്രീയമായി തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് പ്രത്യേക സംഘങ്ങളെ, പ്രത്യേക പരിശീലനം നേടിയ ഈ സംഘങ്ങളെ 2 കേന്ദ്ര സേനകളും കൃത്യമായി തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് തിരക്ക് കൂടുന്ന സമയങ്ങളിൽ, അത് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ആ ഭാഗങ്ങളിലേക്ക് കൃത്യമായി ഇവരുടെ സംഘങ്ങളെത്തി ആ പ്രശ്നം അത് രമ്യമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് അവർ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ തുടക്കത്തിൽ അവർ എത്തിയിരുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് അതുണ്ടായത്. അതുതന്നെയാണ് ഈ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് ആ ഒരു കാരണമായത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് ആ ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ശബരിമലയിലെത്തി മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് പോലും ഇത്ര വലിയ ഒരു തിരക്ക് അനുഭവപ്പെട്ടില്ല, അല്ലെങ്കിൽ തിരക്കിനപ്പുറത്തേക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. അത്രയേറെ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ അന്നത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ അനുഭവിച്ചത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനാണ് ഈ കേന്ദ്ര സേനകളുടെ ഒരു സാന്നിധ്യമുള്ളത്. എന്തായാലും RAFിൻ്റെ ഭാഗത്തു നിന്നും 140 പേരടങ്ങുന്ന സംഘമാണ് ഇന്നലെ രാവിലെയോടെ ശബരിമല സന്നിധാനത്ത് എത്തി ഡ്യൂട്ടി ആരംഭിച്ചത്. ശരണവിളികളോടെയാണ് അവർ ഡ്യൂട്ടി ആരംഭിച്ചത്. സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ പമ്പയിലുമൊക്കെ തന്നെ ഈ RAFിൻ്റെ സേവനമുണ്ട്. അതോടൊപ്പം തന്നെ NDRFും കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും കൃത്യമായി തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അവരും കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അത് തന്നെയാണ് അരുൺ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. കേന്ദ്രസേനയുടെ നിരീക്ഷണം, സാന്നിധ്യം എന്ന് പറയുന്നത് സാധാരണയായി എല്ലാ വർഷവും വൃശ്ചികം 1 മുതൽ തന്നെ RAFിൻ്റെ പ്രത്യേക ടീം കോയമ്പത്തൂരിൽ നിന്നും സന്നിധാനത്തെത്തി തിരക്കുൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നതാണ്. എന്നാൽ ഇത്തവണ അക്കാര്യത്തിൽ പോലും ഒരു അനാസ്ഥ ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ്. കാരണം സ്വർണ്ണ കവർച്ചയുടെയൊക്കെ പേരിൽ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരിൻ്റെ ആളുകളുമൊക്കെ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ശബരിമലയിലെ ആ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ ഇത്തവണ ദേവസ്വം ബോർഡിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്.